السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. പ്രിയരെ, നമ്മൾ ഒരുപാട് സ്വലാത്തുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ സ്വലാത്തുകൾ, ഒരുപാട് ഫളായിലുകൾ നിറഞ്ഞ സ്വലാത്തുകൾ, ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങൾ പലർക്കും ലഭിക്കാൻ കാരണമായ സ്വലാത്തുകൾ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വ്യത്യസ്തമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്വലാത്താണ്. പക്ഷേ ഇതെന്തോ ആളുകൾ വല്ലാതെ ഈ സ്വലാത്തിനെ മെയിൻറ്റ് ചെയ്യുന്നില്ലേ എന്നെനിക്കൊരു തോന്നൽ. എന്തായാലും ഇൻഷാ അല്ലാഹ് അതൊരു പക്ഷേ എൻ്റെ തോന്നലാകാം. എന്തായാലും ആ സ്വലാത്തിനെ കുറിച്ചൊന്ന് നമുക്ക് പറയാം. ആ സ്വലാത്ത് മനസ്സറിഞ്ഞ് ഒരു തവണ നമുക്കൊന്ന് ചൊല്ലാം. അതോടൊപ്പം ഈ സ്വലാത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിച്ച ഒരു അത്ഭുത അനുഭവം അതും നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു നമുക്കും ഈ സ്വലാത്ത് ജീവിതത്തിൽ പകർത്തി തുടർത്തി ഇതിൻ്റെ മഹത്വങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, ഒരുപാട് അനുഭവങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നവരായ ആളുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു വ്യക്തി കമൻ്റ് ഇടുകയാണ്, അവർ പറയാണ് അവർ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വലാത്തു താജ് എന്ന് പറയുന്ന അത്ഭുത സ്വലാത്ത് പതിവായിട്ട് ഓരോ തവണ വീതം അല്ലെങ്കിൽ എത്രയാണോ അത്ര അവർ പതിവാക്കുമത്രേ. രാവിലെയും വൈകുന്നേരവും ചൊല്ലുമത്രേ. അങ്ങനെ അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹവുമായിരുന്നു ഉംറ ചെയ്യണമെന്നുള്ള ആഗ്രഹം. അവർ അതൊക്കെ മനസ്സിൽ കരുതി ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ പതിവാക്കി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, പെട്ടെന്ന് ആ ഒരു ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുത്തു. അവർ നിയത്താക്കിയിട്ട് അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ അള്ളാഹു അതങ്ങ് സാധിപ്പിച്ചു കൊടുത്തു. കാരണം അവർ ലക്ഷ്യം വെച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. ഈ അത്ഭുത സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അവരുടെ ലക്ഷ്യങ്ങൾ അള്ളാഹിനോട് പറഞ്ഞത്. അപ്പോൾ അള്ളാഹ്ക്ക് അത് കേൾക്കല്ലാതെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ അള്ളാഹുക്ക് അത് കൊടുക്കല്ലാതെ യാതൊരു മാർഗ്ഗമല്ല. കാരണം അഫ്ളലുൽ ഇബാദായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ഉമ്മത്തിലെ ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അള്ളാഹു ഒരിക്കലും അത് പിന്നേക്ക് വെക്കില്ല, അത് അള്ളാഹു കൊടുക്കും. ഇൻഷാ അല്ലാഹ് ഇതാണ് സ്വലാത്തു താജ്. നമുക്കും അള്ളാഹു നൽകും. എന്താ പിന്നെ നൽകാത്തത്? നമ്മൾ ഈ സ്വലാത്തിന് കൊടുക്കേണ്ട വാല്യൂ നൽകിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലാത്തത് കൊണ്ടാണ്. നമ്മളും ചൊല്ലിയാൽ നമുക്കും ലഭിക്കും. എന്തായാലും സ്വലാത്തു താജ് നമുക്കൊന്ന് ചൊല്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതാണ് സ്വലാത്തു താജ്. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منغوص في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما اللهم صل وسلم وبارك عليه. ഇതാണ് സ്വലാത്തു താജ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ സ്വലാത്തുകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.